കെ മധുവും കെ ബി ശ്രീധരനുമാണ് നമ്മുടെ കൂടെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, മധു, ഇതിപ്പോൾ 13ാമത്തെ ദിവസമാണ്. ഇന്നും നമ്മൾ കാത്തിരിക്കുകയാണ് കൃത്യമായ എന്തെങ്കിലും ഒരു വിവരം മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് അവിടുത്തെ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പല വിധത്തിലുള്ള പരാതികളൊക്കെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും കേട്ടിട്ടുണ്ടായിരുന്നു, ഏകോപനമില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി? മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞ വിധത്തിലല്ല മന്ത്രി എ കെ ശശീന്ദ്രൻ എന്തായാലും അല്പം മുമ്പ് ഇവിടെ വെച്ച് പറഞ്ഞത്. കാരണം അദ്ദേഹം ഇവിടെ നിന്ന് അകലെയുള്ള 1 കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലത്ത് അപകട മുനമ്പിൽ പോയി പരിശോധിച്ച് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു, നാവികസേനയുടെ പ്രതിനിധികളുണ്ടായിരുന്നു, മറ്റ് സേനാ വിഭാഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ പ്രതിനിധികളുണ്ടായിരുന്നു. ഈ കൂടിയാലോചനകൾക്ക് ശേഷം നമ്മുടെ ജനപ്രതിനിധികളും ഇവിടെ കർവാരയിൽ നിന്നുള്ള ജനപ്രതിനിധിയും ഇവരെല്ലാവരും ചേർന്ന് കൂടിയാലോചന നടത്തിയ ശേഷം എ കെ ശശീന്ദ്രൻ പറഞ്ഞത് മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട്, ഞങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ആക്ടിവിസത്തിന് ഉദ്ദേശിക്കുന്നില്ല, കർണാടകം ചെയ്യുന്നത് ചെയ്യട്ടെ, അത് അക്കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്, ആ വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് എന്ന വിധത്തിലാണ്. ഇതിൻ്റെ തുടർച്ചയായി പറഞ്ഞത് കർവാര MLA സതീഷ് കൃഷ്ണ സെയിലാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു അർജുന് വേണ്ടി മാത്രമുള്ള തെരച്ചിലല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതടക്കം 4 പേർ മിസ്സിംഗ് ആണ്. അതിൽ കാണാതായ ഒരാളുടെ മകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ ഒരു കഷണമെങ്കിലും എനിക്ക് തരൂ എന്നാണ്. ആ വിധത്തിൽ എല്ലാ തരത്തിലുമുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ തടസ്സം അവിടെ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ എന്ന് പറഞ്ഞാൽ ഈശ്വൽ മാൽപ്പയെ നേരത്തെ ഡൈവ് ചെയ്തിരുന്നു. നേവി അതിനൊപ്പം 2 നേവിയുടെ ഒരാൾ കൂടി ഒപ്പം ഇറങ്ങാം എന്നുള്ള ധാരണയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഈശ്വൽ മാൽപ്പെ ഇറങ്ങി കഴിഞ്ഞ ദിവസം തടസ്സമായി നിന്നിരുന്ന ഇലക്ട്രിക് സ്റ്റേ വയർ അത് മാറ്റി എന്നുള്ളതാണ്. വീണ്ടും ഡൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അപ്പോഴും സതീഷ് കൃഷ്ണസേൽ പറയുന്നത് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ, മണ്ണിന് മുകളിൽ പൊന്തിക്കിടന്നുകൊണ്ട് ചെളി മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള മണ്ണുമാന്തിയുടേതടക്കമുള്ള മാർഗങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇത്തരത്തിലുള്ള അതോടൊപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ പൊൻറ്റൂൺ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായ കാര്യം, കൊങ്കൺ റെയിൽവേയുടെ പാലം കടന്ന് ഇത് കൊണ്ടുവരിക വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആ സാങ്കേതികത്വം ഇതൊരു തടസ്സമാകുന്നു എന്നാണ് സതീഷ് കൃഷ്ണസേൽ പറയുന്നത്. പക്ഷേ ഏകോപനത്തിൽ ഒരു തർക്കം എന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും, അതായത് കഴിയാവുന്ന സംവിധാനങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് MLA പറയുന്നത്. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ റെയിൽ പാളത്തിന് അത്ര ഉയരമില്ല, അതിൻ്റെ ഉയരം പ്രശ്നമാണ് എന്നുള്ളതാണ് MLA പറയുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവന്നാലും അത്രയധികം ക്വാണ്ടിറ്റിയിലുള്ള മണ്ണും പാറയും ഒക്കെ അവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആൽമരം അവിടെ കടപുഴകി റോഡിൽ ആ തുരുത്തിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഏതായാലും ഡ്രഡ്ജർ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് നമുക്ക് അറിയില്ല. മറ്റൊരു കാര്യം, ഈ പോൺറ്റ്യൂൺ ബ്രിഡ്ജ് അത് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പക്ഷേ അത് രാജസ്ഥാനിൽ നിന്നൊക്കെയാണ് നിലവിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അതും സമയമെടുക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിലേതായാലും ഇപ്പോൾ നടക്കുന്ന ഒരു ജോലി എന്നുള്ളത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുടെ സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. രാവിലെ മറ്റേ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കേരള ആവശ്യപ്പെടുന്നിടത്തോളം തുടരാമെന്നാണ്. തീർച്ചയായിട്ടും കേരള ആവശ്യപ്പെടുന്ന പോലെ തുടരാം എന്നുള്ള കാര്യം തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിൽ യാതൊരു ഉപേക്ഷയുമില്ല. നേരത്തെ MLA പറഞ്ഞൊരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനം. ഞങ്ങൾ ഒരാൾക്ക് വേണ്ടിയല്ല തിരയുന്നത്, ഒരു അർജുന് വേണ്ടിയല്ല തിരയുന്നത്. കർണാടകയുടെ ഭാഗത്തുനിന്ന് ഒരു വേർതിരിവല്ല, മനുഷ്യരായിട്ട് 3-4 പേർ ആകെ മിസ്സിംഗ് ആണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്, കേവലം ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലല്ല നടക്കുന്നത് എന്നുള്ളതാണ് കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും അവർ അറിയിക്കുന്നുണ്ട്. ഏതായാലും അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ കൂടുതൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാവിധ സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം
ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. അത് ഈ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധ സംഘമാവട്ടെ, അതുപോലെ തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന സംഘങ്ങളാവട്ടെ, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിച്ചു. പലതവണ റഡാറുകൾ കൊണ്ടുവന്ന് പരിശോധന നടത്തി ഈ ലോറി ഏകദേശം ഉണ്ടാകുമെന്ന് പറയുന്ന സ്ഥാനം അത് ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ നടപടികളൊക്കെ പുരോഗമിച്ചു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ 13-ാം ദിവസത്തിൻ്റെ ഉച്ചയിൽ നിൽക്കുമ്പോഴും ഒരു റിസൾട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും തിരച്ചിൽ തുടരണം എന്നുള്ളൊരാവശ്യം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് കാലാവസ്ഥ തിരച്ചിലിന് അനുകൂലമാണ്. ഇതുവരെ രാവിലെ 1-2 തവണ ശക്തമായ മഴ പെയ്തൊഴിച്ചാൽ വലിയ തടസ്സം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും പുഴയിലിറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, പുഴയിലെ ഒഴുക്കിന് ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും പുഴയിൽ ഇറങ്ങി പരിശോധിക്കാവുന്ന, വളരെ ഈസിയായി ഇറങ്ങി പരിശോധിക്കാവുന്ന തരത്തിലല്ല ഒഴുക്കുള്ളത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒഴുക്കിന് ചെറിയ കുറവുണ്ട് എന്ന് മാത്രം. ജലനിരപ്പിലും ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വിസ്മരിച്ചുകൂടാ. ആ മൺതിട്ടയുടെ ഭാഗത്തുള്ള മണൽ ഭാഗം, അതിൻ്റെ അടിഭാഗത്തുള്ള മണൽ ഭാഗം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നിലവിലേതായാലും തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലെല്ലാം തിരച്ചിൽ തുടരും എന്നുള്ള കാര്യം അവർ പറയുന്നുമുണ്ട്. കുടുംബത്തെ കൂടി കൺവിൻസ് ചെയ്ത് മാത്രമേ ഒരു തീരുമാനമുണ്ടാകൂ എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവലോകന യോഗത്തിൽ കേരളം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജിതിൻ ആ സംഭവ സ്ഥലത്ത് തന്നെ തുടരുന്നത്. നമുക്ക് ഈ ഒരു തിരച്ചിൽ ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.